കരുനാഗപ്പള്ളി പാർട്ടിയുടെ ലോക്കൽ സമ്മേളനം പോലും നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഒടുവിൽ മനസ്സും അടുത്ത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് അഡ്ഹോക് കമ്മിറ്റിയെ നിയമിക്കുന്നു. ഓർക്കണം, ഏരിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പുതിയ ഏരിയ സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റിമാരും രൂപീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ ഒരു ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു. തിരുവല്ല ലോക്കൽ കമ്മിറ്റിയിലെ റിപ്പോർട്ട് ചോർന്നതിന്റെ പേരിൽ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന കൊച്ചുമോനെ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്താക്കിയിരിക്കുന്നു. പാലക്കാട് കൊഴിഞ്ഞമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം നടക്കുന്നു. ആലപ്പുഴയിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരു സഖാവ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നു, BJP-യിലേക്ക് പോകുന്നു. ഏരിയ കമ്മിറ്റി അംഗമായ അദ്ദേഹത്തിന്റെ അമ്മ പാർട്ടിയോടുള്ള അതൃപ്തി തുറന്നു പറയുന്നു. ഇപ്പോൾ മംഗലാപുരത്തെ മധുവിന്റെ അവസ്ഥ, മധുവിനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തൊന്ന് മാറ്റുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ മധുവിനൊരു കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. മധുവിനെ അത് അറിയിച്ചില്ല. പകരം മധുവിനോട് താൻ തന്നെയായിരിക്കും അടുത്ത ടൈം കൂടി ഏരിയ സെക്രട്ടറി എന്ന് വാഗ്ദാനം കൊടുത്തു നിർത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോയിക്കെതിരെ നിലപാടെടുത്തു എന്ന പേരിൽ ചില ഭിന്നതയുണ്ടാവുകയും മധു പാർട്ടി വിട്ടു പോകാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഈ ലോക്കൽ സമ്മേളന സമയത്ത് മധു പാർട്ടി വിട്ടു പോവേണ്ടതാണ്. പക്ഷേ പാർട്ടി കൂടെ നിർത്തി. പക്ഷേ ഏരിയ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മധുവിനെ ഞെട്ടിച്ചുകൊണ്ട് മത്സര പ്രഖ്യാപനം ഉണ്ടാവുന്നു. 2 മത്സരം നടക്കുന്നു. ഏകകണ്ഠമായി ജയിക്കുമെന്ന് കരുതപ്പെട്ട മധുവിനെ വെട്ടിയൊതുക്കിക്കൊണ്ട് 5-നെതിരെ 16 വോട്ടിന് ജലീൽ ഏരിയ സെക്രട്ടറിയാണ്. ഇത് ബോധപൂർവ്വം ജില്ലാ സെക്രട്ടറി ഒരുക്കിയ കെണിയാണ്. ഇനി ഈ പാർട്ടിയിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് മധു പറയുന്നു. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലെ തന്നെ ഒരു ഏരിയ കമ്മിറ്റി അംഗം രംഗത്ത് വന്നിരുന്നു. അത് പാർട്ടിക്ക് ക്ഷീണമാവാതിരിക്കാൻ അവർ രംഗത്തിറങ്ങി പരിഹരിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അയാളെയും ചവിട്ടി പുറത്താക്കിയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്തുള്ള പ്രാധാന്യം ഇപ്പോൾ കിട്ടില്ല എന്നറിയാം. അങ്ങോളം ഇങ്ങോളം ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും വിഭാഗീയത നിറഞ്ഞാടുകയാണ്. അഴിമതി പുരണ്ട പിണറായി സത്തിന്റെ തുടർച്ചയായി വിഭാഗീയത ശക്തി പ്രാപിക്കുന്നു.